പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സെല്ലുലോയിഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി വിഷു. 2000-ലേറെ കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊടുത്ത് മലയാളികൾക്ക് ഇനി ഒരു ഇൻട്രൊഡക്ഷനും വേണ്ട. ആ ശബ്ദത്തിൽ അത്രയും മനസ്സിൽ പതിഞ്ഞ ശബ്ദത്തിൻ്റെ ഉടമ ശ്രീജ ചേച്ചി മകൾ അതേ പാത തന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും അവരുടെ കരിയർ വിശേഷങ്ങളും വിഷു വിശേഷങ്ങളും പങ്കുവെക്കാനായിട്ട് നമ്മളോടൊപ്പം സെല്ലുലോയിഡ്. എനിക്ക് അങ്ങനെയുള്ള ഇൻസെക്യൂരിറ്റീസേ ഇല്ല. ഈ തലയും വെച്ചോണ്ട് എനിക്കൊരു കുറച്ച് പടങ്ങൾ വരുന്നുണ്ട്. വിനിയുടെ ഡയലോഗ് കേട്ട് എഴുതുന്നോട് അമ്മ വോയിസാ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, ഞാൻ തീർന്ന് ഭഗവാനെ. പുള്ളി അമ്മ പറയുന്നു ഇപ്പൊ എല്ലാരും എണീച്ച് നിൽക്കുന്നു. ഇത് കൊള്ളാലോ, ഇതുപോലെ തന്നെ നിന്നോ, നന്നായിരിക്കും കേട്ടോ. പിന്നെ ഉണ്ടോ ശ്രീജ ചേച്ചി, രവീന, വെൽക്കം ടു സെല്ലുലോയിഡ്. നിങ്ങൾ രണ്ടുപേരും കയറി വന്നിരുന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരുടെ സിങ്കിൽ നിന്ന് എനിക്ക് കണ്ണെടുക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ബോണ്ടാണെന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു നിങ്ങൾ സോൾമേറ്റ്സ് ആണെന്ന്. കാരണം ഇന്നലെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ വേറെ വീഡിയോസ് ഒക്കെ കാണുമ്പോഴും എനിക്ക് ആ ഫീൽ വരുന്നുണ്ടായിരുന്നു. ലൈക്ക് നല്ല ഒരു ബോണ്ടുണ്ട്. എപ്പോഴും അമ്മയും മക്കളും തമ്മിൽ അങ്ങനെ ഒരു ബോണ്ട് ഉണ്ടാവും. പക്ഷെ ദിസ് ഇസ് എക്സ്ട്രാ സ്വീറ്റ്. ഒരാളല്ലേ ഉള്ളൂ, അപ്പൊ പിന്നെ വേറെ ബോണ്ടിന് വേറെ ആരുമില്ല. നിങ്ങൾ ഫ്രണ്ട്സിനെ പോലെയാണ് ശരിക്കും. അതെ, ഫ്രണ്ട്സിനെ പോലെ തന്നെയാണ്. വി ഷെയർ എവറിത്തിങ്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു മറ അങ്ങനെ ഒന്നുമില്ല. എന്താ പറയാ, അച്ഛനും അമ്മയ്ക്കും ഒറ്റൊരു കുഞ്ഞ്. അപ്പൊ പിന്നെ അതിനങ്ങനെ കണ്ണിലുണ്ണിയായിട്ടാ വളർത്തിയത്. ഇപ്പോഴും അങ്ങനെ തന്നെ. പിന്നെ അമ്മ പറയണ എല്ലാം അനുസരിക്കുകയും ചെയ്യും. അമ്മ മസ്കാര ഇടരുതെന്ന് പറഞ്ഞാൽ മസ്കാര കിട്ടില്ല. എല്ലാം അനുസരിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ എന്നാലും അനുസരണക്കേടൊക്കെ ഉണ്ട്. അപ്പം ഇപ്രാവശ്യം വിഷുവിന് സ്പെഷ്യൽ ഉണ്ട്. നമ്മുടെ മോഹിനിയാട്ടം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡബിങ് കരിയറിനെ പറ്റി ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അത് തുടങ്ങാനായിട്ട് അതിന് സ്പേസ് ഇല്ലാത്ത പോലെയാണ് ഇപ്പൊ ഇരിക്കുന്നത്. ചേച്ചി കരിയർ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ഗംഭീരമായിട്ട് ആ കരിയറിന്റെ ആ ഒരു ഗ്രാഫ് നോക്കുമ്പോഴത്തേക്കും ഇപ്പോഴും ഭയങ്കര ബ്ലെസ്ഡ് ആണല്ലേ ആ കാര്യത്തില്. അതെ അതെ അതെ, ദൈവത്തിന് ഒരുപാട് നന്ദി പറയണം. ഭരതനാട്യത്തിന് ശേഷം ഇനി മോഹിനിയാട്ടം, ഡാർക്ക് കോമഡി ത്രില്ലർ വരാൻ പോവാണ്. ചേച്ചി അതിന്റെ എക്സ്പീരിയൻസ്, ഈ അഭിനയിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കുള്ള എക്സ്പീരിയൻസ് ചേച്ചി ഒന്ന് പെട്ടെന്ന് പറയാമോ? ഈ മോഹിനിയാട്ടത്തിന്റെയാണ് പറയുന്നത്. അത് എനിക്ക് സെക്കൻഡ് പാർട്ട് ഉണ്ടാവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ടീം തന്നെ അങ്ങനെ, ഡയറക്ടറൊക്കെ തന്നെ അങ്ങനെയാ പറഞ്ഞത്. പെട്ടെന്ന് പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞു എന്തെങ്കിലും സെക്കൻഡ് പാർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞു അത്ര ആദ്യം. പിന്നെ ഇല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ന് പറഞ്ഞപ്പോ പിന്നെ അങ്ങനെ ഇരുന്ന് അവര് നോക്കിയപ്പോ ഇങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് പാർട്ടിൽ നിന്ന് സെക്കൻഡ് പാർട്ടിലേക്ക് ക്യാരി ചെയ്യാനുള്ള ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ രുക്മിണി അമ്മ എന്ന് പറയുന്ന എന്റെ ക്യാരക്ടർ വഴിയാണ് വേറൊരു എന്റെ സ്ഥലത്തേക്ക് എത്തുന്നതും അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ പടത്തിന്റെ മെയിൻ ഹൈലൈറ്റ്. എങ്ങനെ ഫീൽ ചെയ്യുന്നു? ലൈക്ക് ഡബ് ചെയ്യുന്ന, അടച്ചിട്ട് മുറിയിൽ നിന്ന് ഡബ് ചെയ്തുകൊണ്ടിരുന്ന ആളിപ്പം ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് അഭിനയിക്കുകയാണ്. അപ്പം അതിന്റെ ചേഞ്ചസോ അങ്ങനെ എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസോ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റം ഉണ്ടായിരുന്നോ? എനിക്ക് അങ്ങനെയുള്ള ഇൻസെക്യൂരിറ്റീസേ ഇല്ല. കാരണം ഞാൻ ഇന്ന് വന്ന പുതിയ പിള്ളേരാണെങ്കിലും കുഞ്ഞു കുട്ടികളാണെങ്കിലും പ്രായമുള്ള ആൾക്കാരാണെങ്കിലും ഞാൻ പെട്ടെന്ന് സിങ്ക് ആവും. എൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ്. അങ്ങനെയുള്ള ഇൻസെക്യൂരിറ്റീസ് ഇല്ല. പക്ഷെ ഡബിങ് നമ്മളീ മൈക്കിൻ്റെ മുമ്പിൽ ഇങ്ങനെ അഭിനയിച്ച് വന്നിട്ട് പെട്ടെന്ന് ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ക്യാമറാമാൻ, വലിയ വലിയ ആർട്ടിസ്റ്റുകൾ കൂടെ അഭിനയിക്കുന്നത്. ഇപ്പൊ വരണ ആവശ്യമുണ്ടല്ലോ, ശോഭന മാമാണ് കൂടുതൽ. അപ്പൊ അതിന്റെ പേടി എന്താന്ന് വെച്ചാല്, അയ്യോ എനിക്ക് ഡയലോഗ് മറന്നു പോവോ, അല്ലെങ്കിൽ ഞാൻ തെറ്റിപ്പോവോ, ഞാൻ കാരണം ഒരു സെക്കൻഡ് ടേക്ക് പോവോ, അങ്ങനെയൊക്കെ ഉള്ള ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒന്നുമില്ല. അത് ഇപ്പോഴും ഉണ്ട്, എപ്പോഴും എപ്പോഴും ഉണ്ടാവും. പക്ഷെ ഡയലോഗ് ആള് നല്ല സ്മാർട്ട് ആയിരിക്കുമല്ലോ. കാരണം ലിപ്പ് നോക്കി നിങ്ങൾ ഒറ്റയടിക്ക് ഡയലോഗ് പറയുന്ന, ലിപ്പ് നോക്കി പറയാൻ എനിക്ക് എളുപ്പമാണ്. കാരണം അത് നമ്മളിങ്ങനെ 50 വർഷമായിട്ട് ലിപ്പ് നോക്കി, ആ ലിപ്പ് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് അത് മൈൻഡ് ബ്രെയിൻ അതിനെ ട്യൂണപ്പ് ആയതാ. അല്ലാതെ പറയുമ്പം നമ്മളിപ്പോ എല്ലാം ഒരു ഫോൺ നമ്പർ പോലെ നമുക്ക് മെമ്മറിയിൽ ഇല്ലല്ലോ എല്ലാം. പിന്നെ ഇതിങ്ങനെ തൊട്ടാൽ ആരുടെ നമ്പർ വേണോ അല്ലെ ഏത് പേര് വേണോ നമുക്ക് കണ്ടുപിടിക്കാനുള്ള സാമഗ്രി എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അങ്ങനെ ഡയലോഗ്സ് ബൈ ഹാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഫ്ലോയിൽ വരും. ഇപ്പൊ ഒരു 10 ലൈൻ ഉണ്ടെന്ന് വെച്ചോ, അതിലൊരു 4 ലൈൻ 5 ലൈൻ കഴിയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്നൊന്ന് ബ്ലാങ്ക് ആയി പോകും. അതിന്റെ ഒരു ചെറിയൊരു പ്രശ്നം ഇപ്പോൾ ഉണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ ഞാൻ വിചാരിച്ച ഡയലോഗ്സ് പറയാൻ തുടങ്ങിയാലും പക്ഷെ അറിയാതെ എല്ലാം കറക്റ്റായിട്ട് പറയുകയും ചെയ്യും. അങ്ങനെയുള്ള, പക്ഷെ പേടിയാണ് എനിക്ക് ഡയലോഗ്സ് തെറ്റിപ്പോവോ, ഞാൻ കാരണം ഇനി അവിടെ ഒരു സീൻ ഉണ്ടാവരുത് എന്നുള്ളൊരു പേടി. പക്ഷെ ദൈവാനുഗ്രഹിച്ച് ഇപ്പൊ തമിഴിലായാലും മലയാളത്തിലാണെങ്കിലും ഈ ഒരു നിമിഷം വരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. സിംഗ് സൗണ്ട് ചെയ്തല്ലോ റോഷാക്കില്, അതൊക്കെ ഭയങ്കര പേടിയായിരുന്നു. മമ്മൂക്കയുടെ കൂടെയല്ലേ എന്റെ അമ്മേ. സിംഗ് സൗണ്ട് എന്ന് പറഞ്ഞപ്പോ തന്നെ എന്റെ
ഗ്യാസ് പോയി സത്യം. ഞാൻ എന്നിട്ട് നിസാമിനോട് ഡയറക്ടറോട് ചോദിച്ചു, നിസാം എങ്ങനെ ഞാൻ പറയാം, എനിക്ക് ഭയങ്കര ആ സമയത്ത് എനിക്കൊന്ന് വേട്ടൻ പോയി കുറച്ചായിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും എനിക്ക് മെമ്മറി ഒക്കെ വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു, വളരെ ബ്ലാങ്ക് ആയി പോകുന്ന ഒരു അവസ്ഥയായിരുന്നു കുറച്ച് ഒരു വർഷത്തോളം എനിക്ക്. അപ്പം ഞാൻ എന്നിട്ട് മമ്മൂക്കയ്ക്ക് തലേന്ന് തന്നെ ഒരു മെസ്സേജ് ഇട്ടു, മമ്മൂക്ക എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട്, മമ്മൂക്കയുടെ കൂടെയാണ് അഭിനയിക്കുന്നത്, തെറ്റിപ്പോയെങ്കിൽ ഒന്നും വിചാരിക്കരുതേ, എന്തിനാണ് വേറെ ആർട്ടിസ്റ്റ് ഇല്ലാഞ്ഞിട്ടാണോ ഇവരൊക്കെ പിടിച്ചിട്ടിരിക്കുന്നതെന്നൊക്കെ തോന്നിപ്പോവില്ലേ ചില. അല്ല പിന്നെ ഇല്ലാതെ നമ്മള് ഡബിങ് ആർട്ടിസ്റ്റ് അല്ല, അപ്പൊ അങ്ങനെയൊക്കെ തോന്നിപ്പോവില്ല, അതൊക്കെ എന്റെ പേടി. അപ്പൊ നമുക്കൊന്നും ഒരു മറുപടി അയച്ചില്ല. പക്ഷെ പിറ്റേ ദിവസം രാവിലെ സെറ്റിൽ വന്നപ്പോ മമ്മൂക്ക വന്നപ്പോ തന്നെ നമ്മളെല്ലാം എഴുന്നേറ്റ് നിൽക്കുമല്ലോ, എന്നിട്ട് ഇന്നപ്പോ എന്നോട് പറഞ്ഞു ഇവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് പുള്ളി ഇരിക്കുന്നതിന്റെ അടുത്ത് ഇരുത്തി സമയത്ത് റെസ്പോണ്ട് തന്നില്ല. ഇല്ല. അപ്പൊ ഞാൻ തീർന്ന് ഭഗവാനെ, പുള്ളി ഇപ്പൊ ഡയറക്ടറായിട്ട് ഡിസ്കസ് ചെയ്യായിരിക്കും എന്തിനാ ഇങ്ങനെ ആളെ മാറ്റാൻ വേണ്ടി പറയായിരിക്കുന്നൊക്കെ എന്റെ മനസ്സിലുണ്ടായിരുന്നു. നമ്മള് വിചാരിച്ച ഈ ജനറേഷനിലുള്ള ഓവർ തിങ്കിങ്ങിന്റെ ആൾക്കാരെന്ന് ഇങ്ങനെ എന്നിട്ട് നമുക്ക് സീൻ പേപ്പർ വാങ്ങിച്ചിട്ട് പുള്ളി ഡയലോഗ്സ് ആദ്യം തന്നെ ഞാൻ തന്നെ ഡയലോഗ്സ് പറയുന്ന ഒരു സീനുണ്ട്. പിന്നെ ഭർത്താവ് ഇങ്ങനെ കിടപ്പല്ലേ, അപ്പൊ മമ്മൂക്ക വരുമ്പം പിന്നെ ഇങ്ങനെ പറ്റി ഹസ്ബൻഡിനെ പറ്റി കുറ്റം പറയുന്ന ഒരു സീനുണ്ടല്ലോ. അപ്പൊ അതിൽ ആക്ടിവിറ്റീസും ഉണ്ട്, പുള്ളിയുടെ മൂത്രം തുടയ്ക്കുന്ന പോലെ, അവിടെ സ്പ്രിങ്കിൾ ചെയ്യുന്ന പോലെ, പെനായിലോ എന്തോ സ്പ്രിങ്കിൾ ചെയ്യുന്ന പോലെ, അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ പറയുന്ന ഡയലോഗ്സ്. അപ്പം അത് ഒരു 6-7 ലൈൻസ് ഉണ്ടെന്ന് വെച്ചോളൂ. എനിക്ക് ഒരു ലൈൻ പറഞ്ഞ് രണ്ടാമത്തെ ലൈന് മൂന്നാമത്തെ ലൈൻ ആയിപ്പോ, ഇങ്ങനെ ജമ്പിൾ ആയിപ്പോ. അപ്പൊ നമുക്ക് പറഞ്ഞു തന്നു, ഇല്ല ആദ്യം ഇത് ഇങ്ങനെ നമ്മളത് പോയിന്റ്സ് ആയിട്ട് ഇങ്ങനെ റിമെമ്പർ ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞു തന്നു ടേക്ക് പോയപ്പോഴും ഞാൻ സെക്കൻഡ് തേർഡ് അങ്ങനെയായിട്ടാണ് പറഞ്ഞത്. ഒരു ടേക്കിൽ അങ്ങനെ പോയി. പിന്നെ അടുത്ത ഇതില് എങ്ങനെയല്ലോ ഒപ്പിച്ചു. പക്ഷെ ഇപ്പൊ എങ്ങനെയുണ്ട് സിംഗ് സൗണ്ടിനോടുള്ള ഒരു പേടി മാറിയോ? സിംഗ് സൗണ്ട് ഇപ്പൊ എനിക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നു. കാരണം എന്താ വെച്ചാല് സിംഗ് സൗണ്ട് കേട്ടിട്ട് നമ്മൾ ഡബ് ചെയ്യുമ്പോ ആ ഒരു ഒറിജിനാലിറ്റി അത്രയ്ക്കും 100% വരുത്താൻ ഇച്ചിരി ആ ഒരു റോ ഫീൽ ഉണ്ടാവില്ല നമ്മൾ സംസാരിക്കുമ്പോൾ ഉള്ള ആ ഒരു റോ ഫീല് നമുക്ക് മൈക്കിന്റെ മുമ്പ് നിന്ന് ഇച്ചിരി കുറയുന്നുണ്ടോന്ന് എനിക്കിപ്പോ ഒരു സംശയം തോന്നുന്നുണ്ട്. അമ്മയുടെ പുതിയ ലുക്ക് എങ്ങനെയുണ്ട്? ഈ 2 years മുമ്പുള്ള വീഡിയോ കണ്ടപ്പോ ആ ആളെയല്ല, ഇതിപ്പോ ഫ്രീക്കായോ? സജസ്റ്റ് ചെയ്തത് ആരാ? മോളാണോ സജസ്റ്റ് ചെയ്ത്? അല്ല, ഏതോ ഒരു സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ വെച്ചതാ. അപ്പൊ അത് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ടൂറിസ്റ്റ് ഫാമിലിക്ക് വേണ്ടി. പക്ഷെ അമ്മ പറയുന്നു ഇപ്പൊ എല്ലാരും എണീച്ച് നിൽക്കുന്നു, തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര ഒരു ഭയങ്കര ഫീൽ ഉണ്ട്, ഇരിക്കട്ടെ വിചാരിച്ചു. പക്ഷെ സത്യം പറഞ്ഞാൽ ഇതൊരു വേറൊരു ലുക്ക് ചേരുന്നുണ്ട്, ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. വേറെ ഒക്കെ ചിന്താഗതിയൊക്കെയുള്ള പോയൊക്കെ എഴുതുന്നു. ഈ അടുത്ത് പിന്നെ ചിത്ര ഉണ്ടായിരുന്നു, ഞങ്ങള് ഒരു കൊച്ചിൻ വരെയായിരുന്നു. അപ്പൊ അന്ന് സുരേഷ് ഗോപിയേട്ടനും പിന്നെ പുള്ളിയുടെ എന്താ പറയാ പോലീസും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുമല്ലോ. അപ്പൊ അങ്ങനെ അദ്ദേഹം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നേ. അപ്പൊ ചിത്രയ്ക്ക് എന്നെ കണ്ടപ്പോ മനസ്സിലായില്ല. കുറച്ചു നേരം എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഞാനത് ചിരിച്ചപ്പോ എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത്, അയ്യോ വേണ്ട പ്ലീസ്, പിന്നെ മാറ്റി ഡൈ എന്നെ കണ്ടില്ലേ, ഞാൻ ചെയ്യുന്നില്ലേ, ചെയ്യൂന്നൊക്കെ പറഞ്ഞിരുന്നു ഇരിക്കായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ സുരേഷ് ഏട്ടൻ വന്നു, ഇത് കൊള്ളാലോ, ഇതുപോലെ തന്നെ നന്നായിരിക്കുന്നു കേട്ടോ എന്ന് പറയും. അപ്പൊ ഇത് വേണം അത് വേണം. പക്ഷെ എന്നാലും എനിക്ക് ഇത് കംഫർട്ടബിൾ ആയി. ഇതിങ്ങനെ ഇതായിട്ട് വെച്ചതല്ല സത്യം പറഞ്ഞാല്. കുറച്ച് മാസങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ഡൈ അടിക്കാറില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞൊരു തമിഴ് പടത്തില് എന്നെ കണ്ട് ഇത് എന്നെ മതി ഹെയർ എന്ന് പറഞ്ഞ് അങ്ങനെ വെച്ചത്. അപ്പൊ ആ പടത്തിന് ശേഷം കുറച്ചുകൂടെ ഒരു 10 ദിവസം ഒരു 20 ദിവസം ആകുമ്പോഴേക്ക് കുറച്ചുകൂടെ നരയ്ക്കുമല്ലോ. അപ്പൊ അങ്ങനെ കണ്ട് പിന്നെ സൂര്യയുടെ ഒരു പടത്തിന് വിശ്വനാഥൻ എൻസൻസ് എന്ന് പറഞ്ഞ വെങ്കി അട്ലൂരിയുടെ പടത്തിന് ഇതന്നെ വേണം, നിങ്ങൾ ഡൈ അടിക്കരുതെന്ന് പറഞ്ഞു. ഡൈ അടിച്ചാ പിന്നെ അതായത് ഇപ്പൊ ഈ തലയും വെച്ചോണ്ട് എനിക്കൊരു കുറച്ച് പടങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇരിക്കട്ടെ, ഇപ്പൊ മോഹിനിയാട്ടത്തില് വിഗ് വെച്ചു. അപ്പൊ അങ്ങനെ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ഇത് ഡൈ അടിക്കേണ്ട ഒരു കഷ്ടപ്പാടുണ്ട്. കുറച്ചു കാലം രവീണ ഈസ് ആക്ച്വലി വെരി ബ്രില്യന്റ്. തുടങ്ങിയപ്പോൾ തന്നെ നല്ലൊരു
വളരെ ചെറുപ്പത്തിൽ തന്നെ കരിയർ ബിഗിൻ ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അതുപോലെ തന്നെ അത് എക്സ്പാൻഡ് ആയി ഇപ്പോൾ അഭിനയത്തിലേക്ക്. അതും എന്താ പറയുക, സാധാരണ എല്ലാവരും ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ട്, അവരെ തന്നെ പ്രൂവ് ചെയ്യിപ്പിക്കണം. അതൊക്കെ കുറെ സ്കിപ്പ് ചെയ്ത് നല്ലൊരു ജംപ് സ്റ്റാർട്ട് കിട്ടി. എനിക്ക് തോന്നുന്നു അമ്മ കുറെ ആ ഏരിയ അമ്മ കുറെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്നാൽ പോലും അത്ര ഒരു നെപ്പോക്കേട്ട് ഫീൽ ഇല്ല. കാരണം നമുക്ക് തോന്നുന്നുണ്ട് രവീണയുടെ എഫർട്ടുകൾ കാണാനുണ്ട് അതിൻ്റെ അകത്ത്. സർവൈവൽ ഇസ് ഓൾവേസ് നമ്മള് ഹാർഡ് വർക്ക് എന്തായാലും വേണം, ഉറപ്പായിട്ടും വേണം. അതല്ലാതെ പറ്റില്ല. ഇപ്പൊ എന്ത് നെപ്പോന്ന് പറഞ്ഞാലും. അപ്പം എന്ത് തോന്നുന്നു ഇപ്പം വലിയ വലിയ ഒരുപാട് പ്രോജക്റ്റുകൾ തമിഴിലാണ് കൂടുതൽ ചെയ്യുന്നത്? വൈ നോട്ട് ഇൻ മലയാളം ടു മച്ച്? ആണോ? സ്ക്രിപ്റ്റ് ചെയ്തൊന്ന് ആയിട്ടൊന്നും റെസനേറ്റ് ആവുന്നില്ല? ലൈക്ക് നമുക്ക് തോന്നുമല്ല ഓക്കെ ഇത് ചെയ്യാം, ലൈക്ക് അങ്ങനെ നോട്ട് യെറ്റ്. വള എനിക്ക് ഇഷ്ടമായിരുന്നു, അത് ചെയ്തു. പിന്നെ ആസാദി ഐ ലൈക്ക് ദ സ്ക്രിപ്റ്റ്, അപ്പൊ അത് രണ്ടും ചെയ്തു. കൂടുതൽ കോളുകൾ വരുന്നതും അവിടെ തന്നെ മോസ്റ്റ്ലി അവിടെ സെറ്റിൽഡ് ആയതുകൊണ്ട് മേ ബി അങ്ങനെ. ഭാഷ കംപ്ലീറ്റ്ലി ഇപ്പൊ അവിടെ സെറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? ജനിച്ചു വളർന്നതൊക്കെ ചെന്നൈയിലാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഫ്ലുവന്റ് ഇൻ തമിഴ്. ഫഹദ് ഫാസിലിന്റെ മറ്റേ നമ്മുടെ മാമന്നൻ വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു മൂവിയാണ്. ലവ് ടുഡേയില് പ്രദീപ് രംഗനാഥന്റെ ഒപ്പം. ഇതിന്റെ ഒക്കെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യം തുടങ്ങിയ സമയത്ത് അമ്മയ്ക്കുള്ള പോലത്തെ പേടിയും കാര്യങ്ങളൊക്കെ? പേടി എന്തായാലും 100 സിനിമ ചെയ്താലും ഉണ്ടാവും. അതെന്താ അമ്മയ്ക്കായാലും ശരി എനിക്കായാലും ശരി, ഇറ്റ് ഓൾവേസ് ബി ദെയർ. മാമന്നൻ വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. കാരണം എനിക്ക് ഡയലോഗ്സ് ഇല്ല ആ സിനിമയിൽ, ഡയലോഗ്സ് ആദ്യം തൊട്ടേ പറഞ്ഞു ഇല്ല. ആൻഡ് കഥ ജനറലി വരുമ്പോഴാണ് ഭയങ്കര, എസ്പെഷ്യലി ഫഹദ് സാറിന്റെ കൂടെ നിൽക്കുമ്പോ, ഈക്വൽ ഇങ്ങനെ നിൽക്കുമ്പോ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട്. ആൻഡ് ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. അപ്പം മാരി സാറിന്റെ കൂടെ ഫസ്റ്റ് ദിവസം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ അമ്മയുടെ കഥ പിന്നെ ഹിസ്റ്ററി ഇങ്ങനെ ചെന്നൈ അതൊക്കെ പറഞ്ഞു. അപ്പം മാരി സാർ വാസ് സോ എക്സൈറ്റഡ്. ഓ മിനി എന്ന് പറഞ്ഞാൽ ഇതില് അനിയത്തിപ്രാവില് തമിഴില് മിനിയുടെ ഡയലോഗ് കേട്ടെന്ന് അഴുതുകൊണ്ടോട് അമ്മ വോയിസ് അങ്ങനെയൊക്കെ പറഞ്ഞു. ലൈക്ക് ഹി ഹാഡ് നോ ഐഡിയ അമ്മയാണ് ഡബ് ചെയ്തത്. പുള്ളി 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോ കഴിഞ്ഞ സീൻസ് ഒക്കെ ഉണ്ട് അതില്. കാതലൊക്കെ മര്യാദ. അപ്പൊ അതിനെ പറ്റിയൊക്കെ സംസാരിച്ച് ഇങ്ങനെ കൂളായിരിക്കുന്നു. അന്നേരം ഫഹദ് സാർ വന്നത്. അപ്പൊ ഹി മേഡ് ഇറ്റ് എക്സ്ട്രാ കൂൾ. ഹി വാസ് ലൈക്ക് എന്നോട് അപ്പാവും ഇവങ്ങളോട് അമ്മാവും சேர்ந்து വർക്ക് பண்ணிருக்காங்க ലൈക്ക് പുള്ളി അതൊക്കെ സംസാരിച്ച് ലൈക്ക് സോ നൈസ്, നെക്സ്റ്റ് ജനറേഷൻ ഇങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ സംസാരിച്ചു. സോ ഭയങ്കര കൂളായിരുന്നു. പിന്നെ ഒരു പേടി എനിക്കില്ലാത്ത ഡയലോഗ്സ് ഇല്ല. അത് പേടിച്ച് അതൊരു സൈഡ് ഇറ്റ് വാസ് ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം സൈഡ് കണ്ണ് കുറെ വർക്ക് ചെയ്യണം, എക്സ്പ്രസീവ് ആവണം. സോ ദാറ്റ് വാസ് ദേർ ഇൻ മൈ ഹെഡ്. ആൻഡ് ഫഹദ് സാർ മേഡ് ഇറ്റ് മോർ കംഫർട്ടബിൾ. മോൾഡ് ചെയ്തൊക്കെ ഫഹദ് സാർ നമ്മൾ കാണില്ലേ, ലൈക്ക് ഫഹദിനെ കാണുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് വിൽ എക്സ്പ്രസ്. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ്. ആൻഡ് ബിക്കോസ് ഷീ ഹാസ് ഇറ്റ് അല്ലേ, ഉള്ളിലുണ്ട് കേട്ടോ ആള്. അത് ഞാൻ ചെറുപ്പത്തിലെ മനസ്സിലാക്കി. കണ്ടപ്പോ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നമ്മൾ ആക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ. വി ജസ്റ്റ് ഹാവ് ടു റിയാക്ട്. ഹീസ് പുട്ടിങ് ഹിസ് 100% അവിടെ ഉണ്ട്. നമ്മള് ജസ്റ്റിസ് കൊടുക്കേണ്ട നമ്മളെ ബാധ്യതയല്ല. സോ അങ്ങനെ ഇറ്റ് വാസ് വെരി നൈസ്, പ്ലസന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ബോൺ ആൻഡ് ബോട്ട് ചെന്നൈയിലെന്നല്ലേ പറഞ്ഞത്? പക്ഷെ നല്ല മലയാളം ആണല്ലോ, നല്ല സ്ഫുടമായിട്ട് മലയാളം സംസാരിക്കുന്നത്. എനിക്ക് മലയാളം കുറച്ച് അറിയാന്ന് പറയുന്ന പോലെ അല്ല. എനിക്കൊക്കെ ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ അങ്ങനെ പറയും. വീട്ടില് ഫുൾ മലയാളം തന്നെയാണ്. പിന്നെ ഡബിംഗ് ഐ തിങ്ക് ഇറ്റ് ഇസ് ഹെൽപ്പ് എ ലോട്ട്. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ആൻഡ് എനിക്കുള്ള ഒരു കുഴപ്പം, നമ്മള് വീട്ടിലാവുമ്പോ തലശ്ശേരി ഭാഷ കേറി വരും. അങ്ങനെയൊക്കെ കൊടുക്കാൻ വിടൂല, അപ്പൊ എന്നെ കൊണ്ട് തോറ്റു. നിങ്ങളെന്നാ ചെയ്തത്? അത് വീട്ടില് എന്റെ അമ്മയാണെങ്കിലും രവേട്ടനായിരുന്നെങ്കിലും അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഭാഷ. പിന്നെ അവിടുന്ന് പുറത്തിറങ്ങിയാല് ഇച്ചിരി ഒരു മര്യാദ നന്നായിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റുമല്ലോ. കാരണം കഥാപാത്രങ്ങൾക്ക് വേണ്ടി ഇത്രയും ഡബ് ചെയ്യുമ്പോഴത്തേക്കും അത് രജിസ്റ്റേർഡ് ആയി സെറ്റ് ആയി നിൽക്കുവാണല്ലോ. അമ്മയുടെ ശബ്ദം തന്നെയാണ് രവീണയ്ക്കുള്ളതെന്നൊരു ഇല്ലേ? എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല. പക്ഷെ ചില ഡയറക്ടേഴ്സ് സംടൈംസ് കരയുമ്പോഴോ അല്ലെ പൊട്ടിച്ചിരിക്കുമ്പോ അങ്ങനെയൊക്കെ സംടൈംസ് പറയാറുണ്ട്. എന്റേത് കുറച്ചും കൂടി കട്ടിയുള്ള, അമ്മയുടേത് ഇപ്പോഴും യങ്. ലൈക്ക് ഇന്നലെ ആയിരുന്നു അമ്മയുടെ ബർത്ത്ഡേ. അപ്പം സ്റ്റിൽ യങ്.
61. കണ്ണടച്ച് ആ ശബ്ദം നോക്കിയേ. അതെ 16 ആക്കാം നമുക്ക് ഇല്ലേ? തിരിച്ചിട്ടാലും ഞാൻ കുറച്ചുകൂടി താഴേക്ക് പോവാ വേണമെന്ന് വെച്ചാൽ. എപ്പോഴും ഏതോ ഒരു ഇന്റർവ്യൂ സീൻസ് ഇങ്ങനെ കേൾക്കുമ്പോ അമ്മ ഇങ്ങനെ കാണായിരുന്നു, ഞാൻ ഇപ്പുറത്ത് എന്തോ ചെയ്യായിരുന്നു, റീക്രിയേറ്റ് ചെയ്ത എന്തോ ഒരു സീനായിരുന്നു. ഐ തോട്ട് ഇതേതാ തന്മാത്ര പഴയ വീഡിയോ ഇരുന്ന് കാണുകയാണോ, അങ്ങനെ ഞാൻ ആലോചിച്ചത് ഇല്ല ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്ത അതേ സെയിം സ്ട്രോങ് ഇന്നർ ചൈൽഡ് ഉണ്ട് ഉള്ളില്. സ്ട്രോങ് ഇന്നർ ചൈൽഡ്, വളരെ ഇന്നസെന്റും ആയിരിക്കും. ഞാൻ പക്ഷേ വേറെ രീതിയിലേക്ക് പോവാണ് സംസാരം, അതിലേക്ക് പോകും. പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര ഇന്നസെന്റ് ആണ്, പെട്ടെന്ന് അടുപ്പം തോന്നും, ഉടനെ മകളായി എന്നൊരു ഫീലാണ് വരുന്നത്. അതുപോലെയാണ് ഞാനല്ലേ മകള്? അതല്ലേ പറ. ശരി, സമ്മതിച്ച്. ഐസ്ക്രീം വേണോന്ന് പറയുന്നത്. ഇത്രയും ഒരു ലെജൻഡറി ആളോടാണ് സംസാരിക്കുന്നതെന്നൊരു തോന്നലേ വരുന്നില്ല. അമ്മയുടെ ലൈൻ ആയിരിക്കും മോളും ഇതുപോലെ തന്നെ ഹമ്പിളും. അങ്ങനെ തന്നെയാണ് രവീണ ഈസ് ഓൾസോ വെരി ഹമ്പിൾ. എന്തായാലും വിഷു എപ്പിസോഡായ സ്ഥിതിക്ക് ആരും ചോദിക്കാത്ത വ്യത്യസ്തമായ ചോദ്യങ്ങളിലൂടെ കടന്നു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുട്ടിക്കാലത്തെ വിഷു, അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എല്ലാരും ചോദിക്കും, അതല്ലേ എന്റെ ട്വിസ്റ്റ്. അപ്പൊ ശരി, പറ, കുട്ടിക്കാലമൊക്കെ നന്നായിട്ട് വിഷു. ഏത് കുട്ടിക്കാലാണ്? അവളുടെ കുട്ടിക്കാലത്തോളൂ അല്ലെങ്കിൽ ഓൾറെഡി കുട്ടിക്കാലത്തിലാണല്ലോ. ഇപ്പോഴത്തെ വിഷു പറയുമ്പോഴും കുട്ടിക്കാലത്തെ പറ്റി പറയേണ്ടി വരും. എൻ്റെ കുട്ടിക്കാലത്തെ വിഷു ഒന്നും എനിക്ക് ഓർമ്മയില്ല. കാരണം ഞങ്ങള് വളരെ പിന്നെ എപ്പോഴെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കിട്ടുമോ എന്നുള്ള ഒരു രീതിയിലായിരുന്നു ഞങ്ങളുടെ തുടക്കം, കുട്ടിക്കാലമൊക്കെ കഴിഞ്ഞു പോയത്. അപ്പോൾ ആ സമയത്ത് വിഷുക്കണ്ണി വെക്കലും അങ്ങനെയൊന്നും എൻ്റെ ഒരു ഓർമ്മയിലില്ല. പിന്നെ കുറേ കഴിഞ്ഞ് അമ്മയുള്ള കാലത്തൊന്നും വിഷുക്കണ്ണി വെച്ചതായിട്ട് എൻ്റെ ഒരു ഓർമ്മയിലില്ല. ആണോ? അമ്മ, എനിക്ക് 21 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു. അപ്പം അതുവരെ ഞങ്ങൾക്ക് വളരെ പ്രാരാബ്ദമുള്ള കഷ്ടപ്പാടിലൂടെ പോയ ഒരു കുട്ടിക്കാലമായിരുന്നു. അപ്പം പക്ഷേ എന്നാലും ഞങ്ങൾക്ക് ഉള്ള ഒരു നേരത്തെ ഭക്ഷണമാണെങ്കിലും ആരെങ്കിലും വാങ്ങിച്ചെന്ന ഒരു ചായയും പന്നുവാണെങ്കിലും ഞങ്ങൾക്ക് അന്ന് വിഷുവാണോ ഓണമാണോ എന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര ഹാപ്പിയാണ്. അതായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലം. അപ്പം പിന്നീട് വിഷു ആഘോഷിക്കുന്ന ഒരു രീതി കൊണ്ടുവന്ന അതൊക്കെ രവിയേട്ടൻ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെ വീട്ടില് പിന്നെ വിഷുക്കണ്ണി വെക്കുന്നതും പിന്നെ അത് ഞങ്ങളുടെ വീട്ടില് ചെന്നൈയിൽ വെക്കാൻ തുടങ്ങിയതും ഒക്കെ അതിന് ശേഷമാണ്. എനിക്ക് തോന്നുന്നു രവീണ അത്രയും സ്ട്രഗിൾസിലൂടെ പോണ്ടി വന്നിട്ടില്ല. ഞാൻ ജനിച്ചതിന് ശേഷം ഐശ്വര്യവും സത്യം ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. ചേച്ചിയുടെ സ്റ്റോറി കേൾക്കുമ്പോഴത്തേക്കുവേ ചേച്ചി ഇത്രയും, അതായത് ഒരുപാട് സ്ട്രഗിളിലൂടെ പോയ പോലെ നമുക്ക് ആ 2 വാക്കിലൂടെ നമുക്ക് അത് അറിയാൻ പറ്റും. ഇപ്പൊ വീട്ടിൽ വിഷുക്കണി ഒരുക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ അമ്മ മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ഒരുപാട് പിള്ളേരെന്ന് പറയുമ്പോഴത്തേക്കും ആ വീട് എത്രത്തോളം അമ്മ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് എപ്പോഴും പറയാറുണ്ട്. ഇത് ലൈക്ക് നമ്മളിപ്പോൾ ഓൺ ഹൗസ് കോടമ്പാക്കം അവിടെ ഉള്ള അതേ സ്ട്രീറ്റിൽ, സെയിം സ്ട്രീറ്റ്, നമ്മളെ ബിൽഡിംഗ് ഇതാണെങ്കിൽ അമ്മയും അമ്മമ്മയും ബ്രദേഴ്സും ഒക്കെ ഈ ഒരു ഫ്ലാറ്റിന്റെ കാർ ഷെഡിലൊക്കെ സ്റ്റേ ചെയ്ത അവസ്ഥ ദിവസങ്ങളൊക്കെ ഉണ്ട്. കാർ ഷെഡിൽ. സോ അതേ സ്ട്രീറ്റിൽ ഇപ്പോൾ ഒരു ഓൺ ഹൗസ് ഇഫ് ഷീസ് മെയ്ഡ് ഇറ്റ്, ഇഫ് അച്ഛ വാസ് ദേർ വിത്ത് ഹർ, ദാറ്റ് ഇസ് വൈ ഷീസ് ഹംബിൾ. ഇത്രയും ഹംബിൾ ആവുന്നുണ്ട്. കാണാൻ ഇനി ബാക്കിയൊന്നും ഇല്ല എന്നൊരു ലൈഫാണ് ചെറുതിലേ കണ്ടുവന്നിട്ടുള്ളത്. നേരെ എക്സാക്ട് ഓപ്പോസിറ്റും ആൾക്കാരായി മാറാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല, അതൊക്കെ അവർക്ക് വിവരമില്ലാത്തോണ്ട് അങ്ങനെ ആയി പോകുന്നത്. വിവരമില്ല, അല്ലെങ്കിൽ അമ്മ കറക്റ്റ് ആയിട്ട് നയിക്കുകയും ചെയ്തു എന്ന് തോന്നുന്നു. എപ്പോഴും ഷീ മേഡ് യു ഹാപ്പി അല്ലേ അമ്മ? ഇല്ലായ്മയിൽ ചിലവര് പറയുന്ന കേൾക്കാം, പിന്നെ കുട്ടിക്കാലത്ത് എനിക്ക് ഇങ്ങനെയായിരുന്നു, ഞാൻ എന്റെ ട്രോമ അങ്ങനെ ഒരുപാട് ട്രോമാസ് ഒക്കെ ഓരോരുത്തർ പറയുന്ന കേൾക്കാം. പിന്നെ ഉണ്ടോ ട്രോമ? എക്സ്പ്രഷൻ എനിക്ക് അതില്ലായിരുന്നു ഇതില്ലായിരുന്നു അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കില്ലേ, ഒരുപാട് വിഷമങ്ങൾ അത് ഇപ്പോഴും ക്യാരി ഓവർ ചെയ്യുന്നുണ്ട് കുറെ പേര്. പക്ഷെ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞങ്ങള് എൻ്റെ അമ്മ ഇരുത്തി നീ പഠിക്കുക നാളെ പരീക്ഷയല്ലേ എന്ന് പറഞ്ഞ് ഒരു വഴക്ക് പറഞ്ഞിട്ടുള്ള ഓർമ്മ എനിക്കില്ല. കാരണം വി യൂസ് ടു സ്റ്റഡി, ഞങ്ങൾ ക്ലാസ് കട്ട് ചെയ്തിട്ടാണ് ഡബിങ്ങിനൊക്കെ പോവാറ്. പക്ഷെ എന്നാലും എല്ലാ വർഷം ജനറൽ പ്രൊഫഷൻസിയിൽ എനിക്ക് ഇത് സ്കൂളിൽ ഞാൻ ഹിന്ദിയിൽ ഫെയിൽ ആയിട്ടുണ്ട്. അങ്ങനെ സ്റ്റഡീസിൽ ബെസ്റ്റ് ആയിരുന്നു. പിന്നെ നാളെ പരീക്ഷ ഉണ്ടെങ്കിൽ പോലും ഇന്ന് രജനീകാന്തിന്റെ പടം റിലീസായിട്ടുണ്ടെങ്കിൽ നമുക്ക് സിനിമയ്ക്ക് വന്ന് പറഞ്ഞിട്ട് ഉള്ള കാശും എടുത്തിട്ട് നമ്മൾ മഴയാണെങ്കിൽ പോലും അമ്മ ഞങ്ങളെല്ലാം ഓട്ടോയിൽ പൊറുക്കിയിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് പോകാറുണ്ട്. അങ്ങനെ ഒരു ടെൻഷൻസ് നമുക്ക് ചൈൽഡ്ഹുഡിൽ ഉള്ളതായിട്ടില്ല. അടുത്ത പിന്നെ വീട്ടില്
പിന്നെ പട്ടിണിയാണെങ്കിലും അടുത്ത വീട്ടിൽ എന്നെ പറഞ്ഞേക്കും. ഞാൻ ചെറിയ പെറ്റിക്കൊട്ടിട്ടിരിക്കുന്ന പ്രായത്തിൽ ചെറുതിലൊരു 5 വയസ്സ് 6 വയസ്സുള്ളപ്പോൾ അടുത്ത വീട്ടിൽ എന്നെ ഒരു കുഞ്ഞു ബക്കറ്റോ അല്ലെങ്കിൽ പാത്രം കൊണ്ട് അയക്കും അത്ര കഞ്ഞി വെള്ളത്തിന് വേണ്ടി. തുണി മുക്കാനാണെന്ന് പറയുന്ന അവർ വിചാരിക്കും തുണി മുക്കാനാണെന്ന്. പക്ഷെ അവർ നമ്മളെ നാട്ടിൽ, ഞങ്ങൾ കണ്ണൂരാണ്, അവിടെ ആരും വെറും കഞ്ഞി വെള്ളം കൊടുക്കില്ല. ഒരു പിടി വറ്റാനകത്ത് ഇടും. അപ്പോൾ അതുകൊണ്ടെന്ന് ഞങ്ങളെല്ലാവരും അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ച് ആ കഞ്ഞിവെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ദിവസമായിരിക്കില്ല, പക്ഷെ സർട്ടൻ തിങ്സ് നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല. പക്ഷെ അതെല്ലാം ഒരു നല്ല ഓർമ്മയായിട്ട് എൻ്റെ മനസ്സിലുള്ളത്. ഉറപ്പായിട്ടും അത് ഒരു ചവിട്ടുപടിയെന്ന് കേറിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എനിക്ക് ചെറുതിലേ പറയും. പിന്നെ ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല, വെള്ളം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇത് സ്കൂളിലും പഠിപ്പിക്കും. അമ്മയുടെ കഥയൊക്കെ കേട്ടിട്ട് ദാറ്റ് ഈസ് ഓൾസോ അത് അകത്ത് കയറിയത്. ചോയ്സ് ഇല്ലല്ലോ. അപ്പൊ ഇന്നത്തെ കുട്ടികൾക്ക് ചോയ്സ് ഉണ്ട്, ഫുഡ് അത് വേണം ഇത് വേണം. പക്ഷെ അത് വേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര പേര് ആ ഒരു ഭക്ഷണത്തിന്റെ ഒരു നമ്മൾ കളയുന്ന ഒരു 2 ചിക്കൻ പീസ് കിട്ടാതെ എത്ര പേര് കഷ്ടപ്പെടുന്നുണ്ടാവും, ഒന്ന് ആശിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ ആലോചിക്കണം. 9 മക്കളല്ലേ ചേച്ചി? അതെ. അതിലെ 8ാമത്തെ ആളാണ് ഞാൻ. ചേച്ചി അല്ലെ? എങ്ങനെയാണ് ഈ ഡബിങ്? വേറെ ആരെങ്കിലും ഇതിന്റെ അകത്തേക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും ട്രൈ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അതായത് അമ്മ ചെന്നൈയിലേക്ക് 1972 വരുമ്പം അച്ഛൻ മരിച്ചു 71. അച്ഛൻ്റെ പേര് കുഞ്ഞിക്കുട്ടൻ എന്നായിരുന്നു. അച്ഛൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പിന്നെ സ്ട്രോക്ക് വന്നിട്ട് തളർന്നു പോയിരുന്നു. അപ്പം അങ്ങനെ കിടപ്പായിട്ടാണ് അച്ഛൻ പോയത്. അപ്പം അതിനുശേഷം അമ്മ മെഡ്രാസിലാണല്ലോ അന്ന് എല്ലാ സിനിമയുടെ എല്ലാ ലാംഗ്വേജിൻ്റെ സിനിമയുടെ ഹബ്ബ്. അപ്പം അതിനു മുമ്പ് അമ്മ നാടകത്തിലൊക്കെ അഭിനയിക്കുമായിരുന്നു നാട്ടിലുള്ളപ്പോൾ. അമ്മ നല്ല കലാകാരിയാണ്. പിന്നെ പെയിന്റ് ചെയ്യും, വരയ്ക്കും, മറ്റേ പിന്നെ എല്ലാ ക്രാഫ്റ്റ്സും ഉണ്ട്. ഒന്നും പഠിച്ചതല്ല, ബട്ട് ഷീ യൂസ് ടു ഡു. നമ്മൾ പഠിച്ച സ്കൂളിൽ ടീച്ചറും ആയിരുന്നു. അതെ, പ്രൈമറി ക്ലാസ്. അമ്മ പണ്ടത്തെ 5th ഫോം എന്ന് പറയും. അതെനിക്കറിയില്ല ഫോം എന്ന് പറയുന്നത്. 5th ഫോം എന്ന് അമ്മ പറയാറ്. അപ്പൊ അങ്ങനെ ചെന്നൈയിലേക്ക് വന്നപ്പോൾ, മെഡ്രാസിലേക്ക് വന്നപ്പോൾ ഞാനും എൻ്റെ ഇളയ ആങ്ങളെ ജ്യോതിഷ് കുമാറും എൻ്റെ നേരെ മൂത്തത് റസിക്ലാലും പിന്നെ പ്രകാശ് ബാബു, ഇളയ 4 മക്കളായിട്ടാണ് അമ്മ മെഡ്രാസിലേക്ക് വന്നത്. അപ്പോൾ ഈ ജി അരവിന്ദൻ സാറിൻ്റെ പിന്നെ ഉത്തരായണം അത് ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഗാൽബർട്ട് എന്ന് പറയുന്ന ഒരു ആർട്ട് ഡയറക്ടറാണ് ഞങ്ങളെയും കൊണ്ട് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അന്നേരം ജ്യോതിഷും പിന്നെ റസിക്ലാലും ഞാനും 3 പേരാണ് അതിലെ കലപല ശബ്ദങ്ങളും കുട്ടികൾ ബഹളം വെക്കുന്നത്, അതെ, അതൊന്ന് കോറസ് ആണ്, ക്രൗഡ് വോയിസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഡബിങ്ങിന്റെ തുടക്കം. ആക്ടിങ്ങിലും എൻ്റെ ആങ്ങളെ ജ്യോതിഷ് കുമാർ കടമ്പ എന്ന് പറയുന്ന പടത്തിൽ PN മേനോൻ സാറിന്റെ പടത്തിൽ ബേബി ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ റസിക്ലാൽ എന്ന് പറയുന്ന ഏട്ടൻ നാടകങ്ങൾ എഴുതുമായിരുന്നു. കുറച്ച് വലുതായപ്പോഴേ, ചെറിയ ക്ലാസ് പഠിക്കുന്ന ഇതിലല്ല, 10th 11th ഒക്കെ പഠിക്കുമ്പോൾ നാടകം എഴുതുമായിരുന്നു. ചെങ്കോലിൻ്റെ മറവിൽ എന്നൊക്കെ പറഞ്ഞ ഒരു നാടകം പുള്ളി എഴുതി. ഞാൻ, അമ്മ, അനിയൻ, ഏട്ടൻ, മൂത്തേട്ടൻ എല്ലാം ഞങ്ങളെ കുടുംബം മൊത്തം ഉണ്ട് ആ നാടകത്തിൽ അഭിനയിക്കാൻ. അപ്പം അങ്ങനെയൊക്കെ ചെയ്തതായിട്ട് ഓർമ്മയുണ്ട്. കലാകാരന്മാർ തന്നെയാണ്.